ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കസ്റ്റാർഡ് പൗഡർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഞാൻ സാധാരണ പുഡിംഗ് ഇടുന്ന സമയത്ത് കോൺഫ്ലോറും കസ്റ്റാർഡ് പൗഡറൊക്കെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റാർഡ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് കിട്ടുന്നതെന്നൊക്കെ. ഒരുപാട് പേർക്ക് അത് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് പുഡിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഞാനിത് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. കപ്പൊന്നും വേണമെന്നില്ല, എല്ലാം ഒരേ കപ്പിൽ അളന്നെടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ല പോലെ പൊടിച്ചെടുക്കുക. ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുക. കണ്ടില്ലേ, ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ഞാൻ ഇതിനെ വലിയ ജാറിനകത്തോട്ട് മാറ്റുകയാണ്, കാരണം എൻ്റെ കുഞ്ഞു ജാറിലെല്ലാം ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കസ്റ്റാർഡ് പൗഡർ ഈ കട്ടിയായിട്ട് കിട്ടണ്ടേ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത്, അതിന് വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ആണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈനാപ്പിൾ ഫ്ലേവറിലൊക്കെ ചെയ്യാം. അപ്പോൾ അതാണെങ്കിലും നിങ്ങളൊരു 1/4 ടീസ്പൂൺ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 4-5 തുള്ളി അത്രയ്ക്കേ വേണ്ടുള്ളൂ. പിന്നെ നമുക്ക് കസ്റ്റാർഡിൻ്റെ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറാണ് വേണ്ടത്. ഞാൻ അവിടെ ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട് യെല്ലോ ഫുഡ് കളർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ പൗഡർ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, ഇതിനേക്കാളും അതാണ് നല്ലത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ നോക്കുക. എൻ്റെ കയ്യിൽ ലെമൺ യെല്ലോ ഉണ്ടായിരുന്നു, കറക്റ്റ് ഒരു ഒറിജിനൽ കളർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പുഡിംഗ് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എവിടെയും കട്ടയൊന്നും ഉണ്ടാവരുത്, നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ നല്ല കളറും അതേപോലെ തന്നെ ആ ഒരു ടേസ്റ്റും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ആ സെയിം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലോ പാലിലോ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയാൽ തന്നെ അതിൻ്റെ കളറ് മനസ്സിലാവും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പൊടിയിലൊന്ന് വെള്ളം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, ജസ്റ്റ് ആ ഒരു കളറ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സാധാരണ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഈ കസ്റ്റാർഡ് പൗഡർ എന്ന് അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് നല്ല ഫ്രൂട്ട് കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കിയ പൊളിയായിരിക്കും കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേ പുഡിംഗ് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് പുഡിംഗ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കുറേ റെസിപ്പീസ് കിട്ടും. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ 2 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് നിങ്ങൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 3 സ്പൂൺ എടുക്കേണ്ടി വരും, കാരണം തിക്നെസ് ഡിഫറൻസ് ഉണ്ടാവും ഹോം മെയ്ഡും റെഡിമെയ്ഡും തമ്മിൽ. അത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം ഒരു കിടുക്കൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാ നാളെ 3 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.